ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് ഡോമിന് ചുറ്റും വരുന്ന ഒരു കനോപ്പി അല്ലെങ്കിൽ സ്റ്റീൽ ഫ്രെയിം പർഗോള അതെങ്ങനെ കാണിക്കും എന്നുള്ള കാര്യം മാത്രമാണ്. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. റിവിറ്റ് പരമായി ഓട്ടോ കാർഡ് പരമായി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ ഈ നമ്പറിൽ മെസ്സേജ് വിടുക. ബിൽഡിംഗ് ഡ്രോയിങ്, ഡിസൈൻ ഡെവലപ്മെൻ്റ് ഉണ്ട്, മുനിസിപ്പാലിറ്റി ഡ്രോയിങ് ഉണ്ട്, സിവിൽ ഡിഫൻസ്, ടെൻഡർ ഡ്രോയിങ്, IFC ഡ്രോയിങ്, ഷോപ്പ് ഡ്രോയിങ്, ആസ് ബിൽട്ട്, ഇതെല്ലാം റിവിറ്റിലും ഓട്ടോ കാർഡിലും നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൻ്റെ ടെക്നിക്കൽ പേരാണിത്. LOD 200, 300, 500 അങ്ങനെ പറഞ്ഞതിനെ തിരിച്ചിട്ടുണ്ട്. ആസ് ബിൽട്ട് ആകുമ്പോഴാണ് LOD 500 ആവുന്നത്. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഓക്കെ, ഇതൊരു ഡോമിൻ്റെ ലേഔട്ടാണ്. ഇതിന് ചുറ്റും അങ്ങനെ സ്റ്റീൽ കനോപ്പി അങ്ങനെ കൊടുക്കും നോക്കാം. ഇത് ഡോം. ഓക്കെ, ലെവൽ 2 ഈ ലെവലിൽ അങ്ങനെ കനോപ്പി കൊടുക്കുന്നു കാണിക്കാം. അതിനുവേണ്ടി ആദ്യം ലെവൽ 2 വരിക. എന്നിട്ട് ആർക്കിടെക്ചർ സ്ലാബ് എടുക്കുക, റൂഫ് എടുക്കുക. റൂഫിൻ്റെ അകത്ത് ഗ്ലാസ്. ഓക്കെ, എന്നിട്ട് റൗണ്ട് വരയ്ക്കുക. ഓക്കെ, അടുത്ത റൗണ്ട് വാൾ എഡ്ജ് വരെ. ഓക്കെ, അതിൻ്റെ സ്ലോപ്പ് നമുക്ക് ഇൻസൈഡ് സ്ലോപ്പ് കാണിക്കണ്ട. ക്ലിക്ക് ചെയ്തിട്ട് ടിക്ക് ചെയ്യുക. ഓക്കെ, ഔട്ട്സൈഡ് സ്ലോപ്പ് 30 ഡിഗ്രിയാണ് കിടക്കുന്നത്, നമുക്ക് 50 ഡിഗ്രി ആക്കാം. ഓക്കെ, എന്നിട്ട് ഫിനിഷ് ചെയ്യാം. ഇത് ഡോണ്ട് അറ്റാച്ച് കൊടുക്കുക. എന്നിട്ട് 3D വന്ന് നോക്കുക. ഓക്കെ, ഗ്ലാസ് ഇങ്ങനെ കാണുന്നുണ്ട്. ഇതിൽ സെലക്ട് ചെയ്യുക. എന്നിട്ട് എഡിറ്റ് ടൈപ്പ് വന്നിട്ട് ഗ്രിഡ് 1-ൽ നണ്ണിൻ്റെ അവിടെ ഇത് പിക്സൽ ഡിസ്റ്റൻസ് കൊടുക്കുക. ഓക്കെ, നമുക്കൊരു 600 കൊടുക്കാം. ഓക്കെ, ആ ഗ്രിഡ് 1-ൻ്റെ അകത്ത് തന്നെ ഇൻറ്റീരിയർ ടൈപ്പ് ഉണ്ട്. ഓക്കെ, അതിൻ്റെ അകത്ത് റെക്റ്റാങ്കിൾ മുഴുവൻ ഈ സൈസ് കൊടുക്കാം. എന്നിട്ട് അപ്ലൈ ചെയ്യാം. ഓക്കെ, കണ്ടോ, ഇത് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പം സപ്പോർട്ട് ഇവിടെ ഹൊറിസോണ്ടൽ സപ്പോർട്ട് വേണമെങ്കിൽ വാളിൻ്റെ എഡ്ജും പിന്നെ പുറത്തെ ഡയലും സപ്പോർട്ട് വേണമെങ്കിൽ ഇവിടെ എക്സ്റ്റീരിയർ. ഓക്കെ, ഗ്രിഡ് 2-ൻ്റെ അകത്ത് അത് തന്നെ വേണേൽ കൊടുക്കാം, ആ സൈസ് തന്നെ. ഓക്കെ, എന്നിട്ട് അപ്ലൈ ചെയ്യുക. ഓക്കെ, ഫ്രെയിം വന്നിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ നമുക്ക് കനോപ്പി അതിൻ്റെ കൂടെ ഗ്ലാസ്, സ്റ്റീൽ ഫ്രെയിം, റൂഫ് വരച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം ഗ്ലാസ് വേണ്ടെങ്കിൽ വീണ്ടും സെലക്ട് ചെയ്യുക, എഡിറ്റ് ടൈപ്പ്. ഓക്കെ, കർട്ടൺ പാനൽ നണ്ണിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് MD സിസ്റ്റം പാനൽ ഇത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അപ്ലൈ. ഗ്ലാസ് പോയി. പൊള്ളി കനോപ്പി സ്റ്റീലിൻ്റെ കനോപ്പി മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ പർഗോള മാത്രമേ ഉള്ളൂ. ഓക്കെ, നമുക്ക് ഡിസ്റ്റൻസ് കൂട്ടണമെങ്കിൽ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഓക്കെ,
ഡിസ്റ്റൻസ് കൂട്ടി. ഇടയ്ക്ക് മിഡിലും ഇതുപോലുള്ള വേണമെങ്കിൽ മുള്ളിയും വേണമെങ്കിൽ വീണ്ടും സെലക്ട് ചെയ്യുക, എഡിറ്റ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് ചെറുത് വേണേൽ കൊടുക്കാം, 30 സ്ക്വയർ. വന്നില്ല. ഓക്കെ, സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഈ ലേഔട്ടിനകത്ത് ഡിസ്റ്റൻസ് കൊടുക്കണം. ഓക്കെ, പിക്സൽ നമ്പർ 2 കൊടുക്കുക. ഓക്കെ, അപ്ലൈ. ഓക്കെ ഓക്കെ ഇങ്ങനെയാണ് ഇത് കൊടുക്കുന്നത്. ഓക്കെ, ഇത് വേണേൽ നമുക്ക് കൊണ്ടും കുറച്ച് കൊടുക്കാം, കൈ കൊണ്ട് ഇതാക്കാം. ഓക്കെ, ഇങ്ങനെയാണ് കാണിക്കുന്നത്. വീഡിയോ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇത് ആദ്യം സ്ലാബ് വരയ്ക്കുക, റൂഫ് എടുക്കുക, ഗ്ലാസ് റൂഫ് എടുക്കുക, ചെറിയ സ്ലോപ്പ് കൊടുക്കുക. സ്ലോപ്പ് കൊടുത്തിട്ട് പിന്നെ അത് സെലക്ട് ചെയ്യുമ്പോൾ എഡിറ്റ് ടൈപ്പ് വന്നിട്ട് ഗ്രിഡ് 1, ഗ്രിഡ് 2, പിന്നെ അതിലുള്ള മുള്ളിയും കാര്യങ്ങളൊക്കെ വേണ്ടത് കൊടുക്കുക. ഇതിനകത്ത് ഇല്ലാത്ത മുള്ളിനാണെങ്കിൽ നമുക്ക് പുറത്തേക്ക് വെച്ച് പുതിയതുണ്ടാക്കി ഇതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്യാം. ഓക്കെ, വീണ്ടും ഗ്ലാസ് വേണമെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്യുക, എഡിറ്റ് ടൈപ്പ് ഉണ്ട്, MD പാനൽ. ഓക്കെ, ഗ്ലാസ് ഉണ്ട്, സോളിഡ് ഉണ്ട്. സോളിഡ് ക്ലിക്ക് ചെയ്താൽ സോളിഡ് ആകും. അപ്ലൈ. പിന്നെ അന്നേരം പിന്നെ ഈ ഉള്ളിലുള്ള ഫ്രെയിമൊന്നും നമുക്ക് കാണത്തില്ല. ഓക്കെ, ഗ്ലാസ് വേണേൽ ഗ്ലാസ് ക്ലിക്ക് ചെയ്യുക, അപ്ലൈ ചെയ്യുക. ഓക്കെ, ഇങ്ങനെയാണ് കനോപ്പി അല്ലെങ്കിൽ പർഗോള സ്റ്റീൽ ഫ്രെയിം ഒക്കെ കൊടുക്കുന്നത്. ഓക്കെ, ഈ വീഡിയോ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.